സമാധാനം, പൂർണ്ണാനന്ദം. ക്രിസ്തുവിന്റെ ദാനം എത്ര മധുരം, പൂർണ്ണ സമാധാനം, പൂർണ്ണാനന്ദം. എത്രയോ വിസ്താരം ഉള്ളോർ നദി പോ, വർണ്ണിക്കുവാനാഴം നാവിനില്ല ചൊല്ലി. എത്രയോ വിസ്താരം ഉള്ളോർ നദി പോൽ, വർണ്ണിക്കുവാനാഴം നാവിനില്ല ചൊല്ലി. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരിൽ ഒരാളായ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: യഹോവേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. നിന്നിൽ വസിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവം മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അതിനാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനാണ്. ദൈവം തന്റെ എല്ലാ പ്രവൃത്തികളിലും അനുഭവിച്ച സംതൃപ്തി അവൻ ആസ്വദിച്ചു. അവർക്ക് ആ ദിവസത്തിൽ ഒന്നും ചെയ്യുവാനില്ലായിരുന്നു. ദൈവം 6 ദിവസം കൊണ്ട് തന്റെ സൃഷ്ടിയെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. മനുഷ്യ ചരിത്രത്തിന് ആവശ്യമായ സകലവും നിവൃത്തിയായി എന്ന സംതൃപ്തിയിൽ ദൈവം 7-ാം ദിവസത്തെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി എന്ന സംതൃപ്തിയോടും ചാരിതാർത്ഥ്യത്തോടും കൂടെയാണ് 7-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചത്. ആദാം ആ ദിവസത്തിൽ ചെയ്തു തീർക്കുവാൻ ആവശ്യമായ ഒന്നും തന്നെ ബാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് അവന് വ്യാകുലപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ലായിരുന്നു. തന്റെ ദൈവത്തോടൊപ്പം സമാധാനത്തോടെ വിശ്രമിക്കുന്ന ഒരു അനുഭവം. ദൈവം അനുഗ്രഹിച്ചതിലേക്ക് പ്രവേശിക്കുന്നത് എന്തൊരു അനുഗ്രഹമാണ്. ദൈവം ആ ദിവസത്തെ വിശുദ്ധീകരിച്ചു. ആഴ്ചയിലെ മറ്റ് 6 ദിവസങ്ങളിൽ നിന്ന് അവൻ ആ ദിവസത്തെ വേർതിരിച്ചു. അന്നു മുതൽ എല്ലാ കാലത്തും ദൈവത്തിന്റെ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തെ അനുസ്മരിക്കുന്ന ദിവസമായിരുന്നു ആ ദിനം. ആ പൂർത്തീകരണത്തിൽ നിന്നുള്ള വിശ്രമവും സംതൃപ്തിയും ഉറപ്പും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഇന്നും ലഭ്യമാണ്. വിശ്രമത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആശയം എന്ന് വെച്ചാൽ ജോലി അവസാനിപ്പിച്ച് പകരം ഉറക്കം, വിനോദങ്ങൾ, അവധിക്കാല ആഘോഷങ്ങൾ, മീൻപിടുത്തം തുടങ്ങിയവയുള്ള പിരിമുറുക്കം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നതാണ്. ഇതിലൊന്നും ഒരു ദോഷവുമില്ല. എന്നാൽ ദൈവത്തിന്റെ സ്വസ്ഥത എന്ന മഹത്വകരവും സകലത്തെയും നിയന്ത്രിക്കുന്ന സത്യം നാം അറിയുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കലങ്ങി മറയുന്ന കടൽ പോലെയായിരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 57-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ശ്രദ്ധിക്കുക: ദുഷ്ടന്മാരോ കലങ്ങി മറയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളും. സ്ഥലം മാറിയാൽ നമുക്ക് വിശ്രമം ലഭിക്കും എന്നതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നപ്പോൾ മിസ്രയീം വിട്ടുപോയാൽ അവർക്ക് വിശ്രമം ലഭിക്കുമെന്ന് അവർ കരുതി. എന്നാൽ അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞുവീണു. അപ്പോൾ അടുത്ത തലമുറ കരുതിയത് കനാനിൽ പ്രവേശിച്ചാൽ അവർക്ക് വിശ്രമം ലഭിക്കുമെന്നാണ്. എന്നാൽ കനാനിൽ അവർക്ക് വിശ്രമം നൽകുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു. ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദൈവത്തിന് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്നത് താരതമ്യേന എളുപ്പമായിരുന്നു. എന്നാൽ മിസ്രയീമിനെ ഇസ്രായേൽ മക്കളിൽ നിന്ന് പുറത്തെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ മനസ്സിൽ എപ്പോഴും മിസ്രയീമിലേക്ക് മടങ്ങുകയായിരുന്നു. ഇസ്രായേലിയരെ സംബന്ധിച്ചോളം ശബത്ത് ദിനമോ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലോ വാഗ്ദത്ത ദേശത്തിൽ എത്തുന്നതോ ഇതൊന്നും വിശ്രമത്തിന് തുല്യമായിരുന്നില്ല. അപ്പോൾ എന്താണ് വിശ്രമം? ലളിതമായ വിശ്വാസത്തിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് വിശ്രമം. മിസ്രയീം വിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ കനാൻ അതിർത്തിയിൽ എത്തിച്ചേർന്നു.
അവിടെ വെച്ച് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ 12 ഒറ്റുകാരെ അയക്കുവാൻ ഇസ്രായേല്യർ മോശയെ പ്രേരിപ്പിച്ചു. അവരിൽ 10 പേർ ആ ദേശത്ത് മല്ലന്മാരുണ്ടെന്നും തങ്ങൾക്ക് അതിൽ കടപ്പാൻ കഴിയുകയില്ലെന്നും പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി. എന്നാൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം തങ്ങളെ കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം ചെയ്തതായി യോശുവയും കാലേബും അവരെ ഓർമ്മിപ്പിച്ചു. ഈ 2 പേരും ദൈവത്തിൽ ആശ്രയിക്കുകയും മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും കണ്ട അവന്റെ ശക്തിയിൽ വിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം 10 ഒറ്റുകാരുടെ വാക്കുകൾ കേട്ട് കനാനിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. താൻ വാഗ്ദത്തം ചെയ്തതും നൽകാൻ ഉദ്ദേശിച്ചതുമായ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ആ തലമുറയെ ദൈവം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവിശ്വാസ നിമിത്തം അവർക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായും ദൈവത്തിന്റെ പരിപാലനവും ഭുജബലവും അനുഭവിച്ചറിയുവാനും ഒപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തിലായിരുന്നു ദൈവം ഇസ്രായേൽ മക്കളോട് ശബ്ബത്ത് ആചരിക്കുവാൻ കൽപ്പിച്ചത്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യം എന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവം നമ്മെ തന്റെ വിശ്രമത്തിലേക്കും സന്തോഷത്തിലേക്കും വിളിച്ചിരിക്കുന്നു. ഈ പാത ഇടുങ്ങിയതാണെങ്കിലും അത് നേരെയുള്ളതാണ്. നാം നമ്മുടെ മനസ്സ് അവനിൽ സുസ്ഥിരമായി ഉറപ്പിച്ചാൽ മാത്രം മതി. വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾ ലോകത്തിന്റെ ഉപദേശം തേടാനും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ പോകാനുമാണ് നമുക്കുള്ള പ്രലോഭനം. എന്നാൽ നാം അവനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങൾ ശാന്തമായും അചഞ്ചലമായും മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ അവങ്കിലേക്ക് തിരിയുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായർ 6:12 ഇങ്ങനെ നാം വായിക്കുന്നു: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവും സാഹചര്യവും നോക്കി തീരുമാനങ്ങൾ എടുക്കുകയല്ല വിശ്രമം. ദൈവം പറഞ്ഞതിൽ വിശ്വാസത്തോടെ നോക്കുകയും അവന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ അവനിൽ ആഴമായി വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വിശ്രമം. അതിന് ആദ്യമായി നമ്മുടെ ജഡത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടത്. എബ്രായർ 10:36 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ അനേക വർഷങ്ങൾ കടന്നുപോയപ്പോഴും സാറയിൽ നിന്നൊരു സന്തതിയെ വാഗ്ദത്തം ചെയ്തവൻ അത് നിശ്ചയമായും നിവർത്തിക്കും എന്ന് കാണുവാൻ വിശ്വാസവും സഹിഷ്ണുതയും അബ്രഹാമിന് ആവശ്യമായിരുന്നു. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ സാറയും അബ്രഹാമും അക്ഷമരാവുകയും ഹാഗാറിലൂടെ തങ്ങൾക്കൊരു മകനെ ലഭിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം വൈഷമ്യത്തിനും മനോവ്യസനത്തിനും കാരണമായി. നാം സ്വയം തെരഞ്ഞെടുക്കുന്നതിന് പകരം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനും അവന്റെ സമയത്തിനായി കാത്തിരിക്കുവാനും അവനിൽ വിശ്രമിപ്പാനും നമുക്ക് സാധിക്കേണ്ടതാണ്. സ്വസ്ഥമായിരിക്കുക എന്നതിനർത്ഥം നിസ്സഹായരായും നിഷ്ക്രിയരായും ഇരിക്കുക എന്നല്ല, മറിച്ച് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുവാനുള്ള എന്റെ ജഡശക്തിയേക്കാൾ അവന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുക എന്നതാണ്. ദൈവത്തിന്റെ നുകത്തിന് പുറത്ത് വിശ്രമമില്ല. ദൈവത്തിങ്കിലേക്ക് വരുന്നവൻ അവനുണ്ടെന്ന് മാത്രമല്ല, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അവന്റെ ജ്ഞാനത്തിലും സർവശക്തിയിലും സ്നേഹത്തിലും വിശ്വസിച്ച് അവന്റെ നുകത്തിന് കീഴിലായിരിക്കുക എന്നതാണ് ദൈവസന്നിധിയിൽ വരിക എന്നതിനർത്ഥം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ആത്മാക്കൾക്ക് ബലവും ആശ്വാസവും ലഭിക്കുന്നത് കൂടാതെ അവരുടെ ജീവിതകാലം മുഴുവൻ തങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. വിശ്വാസത്തിന്റെ പരമമായ പ്രകടനമാണ് സ്വസ്ഥത. യേശു മത്തായി സുവിശേഷം 11 അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടു എന്റെ പാപം മനസാക്ഷിയെ
വിലാപം തീർന്നതെങ്ങനെ? എൻ വിശ്വാസ കണ്ണു നോക്കി ക്രൂശിന്മേൽ എല്ലാം തീർത്തു തന്നു എന്നിമ്മാനുവേൽ. എന്റെ